ഒരു മലയാളിയായിട്ടുള്ള ഞാൻ മാർവൽ സ്റ്റൈലിലുള്ള ഒരു വേൾഡും ബിൽഡ് ചെയ്ത് സ്വന്തം കോമിക്സും ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ചാനലിൽ അതിന്റെ ഫസ്റ്റ് ഇഷ്യൂവിന്റെ എക്സ്പ്ലനേഷൻ കിടപ്പുണ്ട്. എന്റെ DMസിൽ ഏറ്റവും കൂടുതൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്, ബ്രോ എന്റെ കയ്യിലൊരു ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കോമിക്ക് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്യും, പാനൽ എന്താണ്. ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പയ്യന്മാര് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവർക്കൊക്കെ അറിയേണ്ടത് എങ്ങനെയാണ് ഈ കോമിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് വലിച്ചു നീട്ടാതെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കോമിക് ക്രിയേറ്റ് ചെയ്തതെന്നുള്ള ഒരു 5 സ്റ്റെപ്സ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് എഴുതി. ഈ 5 സ്റ്റെപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ 5 സ്റ്റെപ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഓരോ സ്റ്റെപ്പും നിങ്ങൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ സ്വന്തം മനസ്സിലുള്ള തോട്ടിനെ കോമിക്കായിട്ട് മാർവലൊക്കെ ഇറക്കുന്ന പോലെ നിങ്ങൾക്ക് ഇറക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ ചിലപ്പോൾ അത് തന്നെ മാറ്റി എഴുതിയേക്കാം. നിങ്ങൾക്ക് ഈ കോമിക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല, അങ്ങനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ഈ വീഡിയോ കേൾക്കുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഐഡിയയാണ്. ഈ ഐഡിയ ഉണ്ടായാൽ മാത്രം പോരാ, ഈ ഐഡിയയെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. എങ്ങനെ ഡെവലപ്പ് ചെയ്യണം? നിങ്ങൾക്ക് അതിനെ എഴുതി ഡെവലപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഇട്ടുകൊണ്ട്, അതായത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു തോട്ട് കിട്ടുകയാണ്, എന്തെങ്കിലും ഒരു ചെറിയൊരു തോട്ട്, ആ ഒരു തോട്ട് നിങ്ങളെ മൈൻഡിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ എപ്പോഴും റീവൈൻഡ് ചെയ്യുക. നിങ്ങളെ മനസ്സിൽ തന്നെ റീവൈൻഡ് ചെയ്ത് അതിലേക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങൾ പുതിയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കാണുന്ന സമയത്ത് അതൊക്കെ വെച്ച് നിങ്ങളുടെ ആ ഒരു ഐഡിയനെ നിങ്ങൾ പോളിഷ് ചെയ്ത് മമ്മൂക്ക പറയുന്ന പോലെ തേച്ച് മിനുക്കി ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഒരു കോമിക്കിന് വേണ്ട ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാക്കി മാറ്റിയെടുക്കുക. ഈ ഒരു സ്റ്റോറി നിങ്ങളെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ സ്റ്റോറി എല്ലാമായി ഐഡിയ ഡെവലപ്പ് ചെയ്തു. സെക്കൻഡ് എന്താണ് ചെയ്യേണ്ടത്? 2 ഓപ്ഷനാണ്. ഒന്ന്, നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആർട്ടിസ്റ്റിനെ ഹയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട് നല്ലപോലെ ഡ്രോയിങ് ചെയ്യും, എന്നാൽ അവനെയും കൂടെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, നിങ്ങളുടെ ഗ്യാങ്ങിലേക്ക് കയറ്റുക. എന്നിട്ട് നിങ്ങളുടെ സ്റ്റോറി അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്ത് അവനെ കൊണ്ട് വരപ്പിക്കുക. ഇനി ഈ കോമിക്കിൻ്റെ വര വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളിപ്പോൾ മാർവലിൻ്റെയും DC ഒക്കെ നോക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഒരു സ്റ്റൈൽ ഉണ്ടായിരിക്കും, അവരുടെ ആർട്ട് വർക്കിൻ്റെ സ്റ്റൈൽ ഉണ്ടായിരിക്കും അല്ലേ? ആ ഒരു സ്റ്റൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ കഴിവ് പോലെ ഇരിക്കും. ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന ഡ്രോയിങ് അയാളുടെ ഒരു പാറ്റേൺ ഉണ്ടാവും, അതുപോലെ ആയിരിക്കും. ഞാൻ ചെയ്യുന്നത് എൻ്റെ ഡ്രോയിങ് കണ്ട് അറിയാൻ പറ്റും, അത് ഞാൻ ചെയ്തതാണെന്ന് അറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. എൻ്റെ ഡ്രോയിങ് എന്ന് പറയുന്നത് കോമിക് ആക്യുറേറ്റഡ് ആയിട്ടുള്ള, ലെസ് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള, അതായത് ഒരുപാട് ഡീറ്റെയിലിംഗ് ആഡ് ചെയ്യാതെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഷാഡോസും ഹൈലൈറ്റ്സൊക്കെ ജസ്റ്റ് ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സിമ്പിൾ മിനിമൽ ടൈപ്പ് ഒരു ഇല്ലുസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് സ്റ്റൈലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കാരണം കോമിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പാനൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഡ്രോയിങ് സ്കില്ല് ലേൺ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് ഡ്രോയിങ് അറിയാമെങ്കിൽ അവനെ നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. എങ്ങനെയാണ് ഈ കോമിക്കിൻ്റെ ഒരു ഡ്രോയിങ് പാറ്റേൺ എന്ന് വെച്ചാൽ, ഇതൊരു പാനൽ ബേസ്ഡ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ളൊരു സ്റ്റോറിയെ ഒരു സ്റ്റില്ലാക്കിയിട്ട് ആ ഒരു സ്റ്റില്ലിനെ നിങ്ങൾ ഓരോ പാനൽസ് ആയിട്ട് വരയ്ക്കുക. ഇതിന് ഏറ്റവും നല്ലൊരു വഴി, നിങ്ങൾക്ക് മാർവലിൻ്റെയും DCയുടെയൊക്കെ പേജുകൾ ഈ പിൻട്രസ്റ്റൊക്കെ പോലുള്ള ആപ്പിൽ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോമിക്ക് ഡയറക്റ്റ് വാങ്ങിച്ചിട്ട് വേണമെങ്കിലും ഇതിനെ റെഫർ ചെയ്യാം. ഈ ഓരോ പേജും പാനൽസും ഇങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ വരും, എങ്ങനെയാണ് ഇവർ ഈ ഒരു പാനൽസിലൂടെ ഓരോ കഥ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ സ്റ്റോറി എങ്ങനെ ടെൽ ചെയ്യുന്നു എന്നുള്ള നിങ്ങൾക്കൊരു ഐഡിയ ഏകദേശം കിട്ടും. ആ ഒരു ഐഡിയയിൽ വേണം നിങ്ങൾ ഓരോ പാനൽ ഇങ്ങനെ വരയ്ക്കുക. ആദ്യം നിങ്ങൾ 5 പേജൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഇഷ്യൂ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രോയിങ് സ്റ്റൈൽ ഇമ്പ്രൂവ് ആവും, ഒരു ആർട്ട് വർക്കിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് കിട്ടും, കോമിക് ബുക്ക് മേക്ക് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് സ്കില്ല് പഠിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ടിനെ ഹയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാങ്ങിൽ ചേർത്ത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഈ പരിപാടി ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ തന്നെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള സ്റ്റോറി നിങ്ങളെക്കാൾ നല്ലതായിട്ട് മറ്റൊരാൾക്ക് എന്തായാലും വരച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസർച്ച് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഈ വരയ്ക്കുന്ന കോമിക്ക് നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഇതെന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നലും സെൽഫ് ഡൗട്ടും വരും. എന്നാൽ നിങ്ങളിത് റിസർച്ച് ചെയ്യുക. നിങ്ങൾ ഒരുപാട് കോമിക്സ് വായിക്കുക മീൻസ് നിങ്ങൾക്കിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് പിൻട്രസ്റ്റിലൊക്കെ പോയി കോമിക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ മാർവൽ കോമിക്സും DC കോമിക്സും എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പേജുകൾ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് വെബ്സൈറ്റുകളിൽ പോയാൽ കിട്ടും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബെൻഡൻ്റെ ഇറങ്ങിയിട്ടുണ്ട് കോമിക്ക്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ അത് റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എവിടെയൊക്കെയാണ് ഏതൊക്കെ പാനൽ യൂസ് ചെയ്താണ് അവർ സ്റ്റോറി ടെല്ലിങ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കോമിക്കുമായി ബേസ് ചെയ്ത് കിടക്കുന്ന സൂപ്പർ ഹീറോ വേൾഡും അല്ലെങ്കിൽ മാർവലിൻ്റെയും എല്ലാ സിനിമകളും അവരുടെ എല്ലാ
ഇതും ബെൻഡൻ്റെയും എല്ലാ കോമിക്സും എല്ലാം റിസർച്ച് ചെയ്യുക. ഈ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോൾ നിർത്തുന്നോ അപ്പം നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിമിഷം നിങ്ങൾ സ്റ്റക്കാവും. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുക, ഈ ലേൺ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ കറൻ്റ്ലി പോലും ഈ ബുക്കും പേനയായിട്ടിരുന്ന് ഞാനിത് പറയുന്നത്, ഞാനിത് പഠിച്ച് എഴുതി ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് ഞാൻ കാണാപ്പാടം പഠിച്ച് പറയുന്നതല്ല, എൻ്റെ മനസ്സിൽ നിന്ന് പറയുന്നതാണ്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ ഞാൻ ഇതിലേക്ക് നോക്കാറ് പോലും ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം പഠിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിൾ ആണ്. ഈ സ്കില്ലുകൾ നിങ്ങൾക്ക് നാളെ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും. മാക്സിമം റിസർച്ച് ചെയ്യുക, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, ഒരുപാട് സിനിമകൾ കാണുക. നിങ്ങൾ ഏതൊരു വേയിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കോമിക് സ്റ്റൈലിലാണ് പോകാൻ പോകണമെങ്കിൽ നിങ്ങൾ സൂപ്പർ ഹീറോ വേൾഡും അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വേൾഡ് എന്താണോ അതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഒരു ആർട്ട് വർക്ക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക. ഓരോരോ ചെറിയ ചെറിയ ഇഷ്യൂസായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 5 പേജുള്ള ഒരു ചെറിയ ഇഷ്യൂ, ഇപ്പോൾ ഒരു നോർമൽ ഒരു ഇഷ്യൂവിനകത്ത് 25 പേജൊക്കെ ആയിരിക്കും വരുന്നത്, ഒരു ഒറ്റ ഇഷ്യൂവിൽ വരുന്നത്. ഇത് ഒരു ചെറിയൊരു പോർഷനാണ്, ഒരു വലിയ വേൾഡിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. മാർവലിൻ്റെയൊക്കെ നിങ്ങൾ ഇഷ്യൂ ബേസ് കേട്ടില്ലേ, ഇന്ന ഇഷ്യൂ ഇറങ്ങി, 2 ഇഷ്യൂ ഇറങ്ങി, 3 ഇഷ്യൂ ഇറങ്ങി എന്നൊക്കെ. ബെണ്ണൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെറിയ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുക, ഒരു 5 പേജുള്ള ഒരു ഇഷ്യൂ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ് സ്മോൾ, ചെറുതിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത 5 പേജ് അടുത്ത ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഇമ്പ്രൂവ് ചെയ്യാം. എന്നിട്ട് ഈ ഓരോ ഇഷ്യൂസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്ത് അതിലെ തെറ്റുകൾ തിരുത്തി പോകാൻ പറ്റും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാനൽസ് എല്ലാം നിങ്ങളുടെ ബുക്കിലോ എന്തിലെങ്കിലും ഓരോ പേജുകളായിട്ട് നിങ്ങൾ വരയ്ക്കുക. ജസ്റ്റ് റഫായിട്ട് വരച്ചിട്ട് ഇതിനെ ഫോട്ടോ ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോയിങ് ആയിട്ട് ചെയ്യാം. ഞാൻ പൊതുവേ ബുക്കിൽ വരച്ചിട്ട് അതിനെയാണ് പിന്നെ ഡീറ്റെയിൽ ഡ്രോയിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാറ്. ഫൈനൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുക. ഈ പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഈ മേഖലയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയി നമ്മളുടെ ഈ ഒരു ബ്രാൻഡിനൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി എടുത്ത് നമ്മുടെ കോമിക്സ് വായിക്കാൻ റീഡ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ പുറത്ത് ഇപ്പോൾ മാർവലിൻ്റെ DCയിലേക്ക് ഉള്ള പോലെ ഉണ്ടാകുന്ന ഒരു ടൈമിൽ വേണം നമ്മളിത് ഇറക്കാൻ. അല്ലാതെ കാണാൻ ആളില്ലാത്ത ഒരു സമയത്ത് നമ്മളിത് ഇറക്കിയിട്ട് ആരും വായിക്കാനൊന്നും പോകുന്നില്ല. കാരണം ഇത് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഒരു കോമിക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിലും അതിൻ്റെ പബ്ലിഷിങ്ങിനും കാര്യങ്ങളും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്കൊരു കമ്മ്യൂണിറ്റി വേണം. അതിനെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് അതിനൊരു ഫോളോവർ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഞാനിപ്പോൾ എൻ്റെ ലോറൈ കോമിക്സിന് ചെയ്യുന്നത്. എൻ്റെ ലോറൈ എന്ന് പറയുന്ന കോമിക്സ് എന്ന പേര് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇത് റീഡ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരുന്നത് വരെ നമുക്കത് പ്രൊമോട്ട് ചെയ്ത് അതിനെ ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തിക്കാം. ഒന്നാമത്തെ ഇഷ്യൂ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. 2ാമത്തെ ഇഷ്യൂവിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലാണ് ഞാനിപ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ലോറയുടെ തന്നെ ഒരു സ്പിൻ ഓഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ജോക്കർ ഗേൾ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവും ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെയും 2ാമത്തെ ഇഷ്യൂ ഇപ്പോൾ ഓൺ ദ വേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ പറയുന്ന പാനൽസിനെയും കുറിച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ലോട്ടിൽ അൺഫോൾസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഞാൻ അതിനകത്ത് ഈ പറയുന്ന ജോക്കർ ഗേളിൻ്റെ ഇഷ്യൂസ് പാനൽസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജ് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുന്ന സമയത്ത് ഒരു ഐഡിയ കിട്ടും. ഞാൻ നിങ്ങളെപ്പോലെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും പ്രൊഫഷണലൊന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഈ വീഡിയോ ചോദിക്കുക. ചിലപ്പോൾ ഇൻസ്റ്റാ DM ചെയ്താൽ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും കാണുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 5 സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. കാരണം ഈ 5 സ്റ്റെപ്സും ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ചെറിയൊരു വീഡിയോയിനകത്ത് ഒതുക്കി, പക്ഷേ ഇതെല്ലാം വർഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരും. ഒരു ഡ്രോയിങ് സ്കില്ല് നിങ്ങളൊന്ന് മാസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ എത്ര സമയം വേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ തന്നെ ജസ്റ്റ് പേപ്പർ എടുത്തൊന്ന് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മലയാളത്തിൽ ഇതൊന്നും പറയാനോ ചെയ്യാനോ അധികം ആരുമില്ല. മലയാളത്തിൽ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതി. കാരണം മലയാളത്തിൽ ചെയ്യുന്നവർക്ക് സപ്പോർട്ട് കുറവാണ്. സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറഞ്ഞ് എൻ്റെ കോമിക്സും കയറി കണ്ട് എനിക്ക് അഭിപ്രായങ്ങളും സജഷൻസും തരിക. അപ്പോൾ അതനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു കോമിക്സിൻ്റെ കോപ്പിറൈറ്റ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലീഗലി സെക്യൂർ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അതൊക്കെ ഇതിൻ്റെ ഈ പറയുന്ന 4 സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പബ്ലിഷിംഗ് ഒരു ഇതിലേക്ക് വരുന്നത്. അതിനെക്കുറിച്ച് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മുടെ ലോറൈ കോമിക്സ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും അതിനെക്കുറിച്ചുള്ള ലേണിങ്സും ഞാൻ പറയുന്നതായിരിക്കും ചാനലിൽ. എന്തായാലും ഒരു മലയാളി ഒരു മാർവൽ സ്റ്റൈൽ കോമിക്ക് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ പുറകിൽ എത്രത്തോളം ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട. കോമിക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ്, അതിൻ്റെ സ്റ്റോറി ലൈനൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം നിങ്ങൾ പറയാം. എൻ്റെ എഫേർട്ടിന് നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ എൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതിന് നിങ്ങൾ വിലയിരുത്തുക. ഓക്കെ. ഫസ്റ്റ് ഇഷ്യൂ ജെല്ലി ലോൺ എന്ന് പറയുന്നതിൻ്റെ മലയാള എക്സ്പ്ലനേഷൻ ചാനലുണ്ട്. ജോക്കർ ഗേൾ എന്ന് പറയുന്ന മിനി സീരീസിന്റെ ഒരു ലോറയിൽ ഒരു ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ് ആണ്. ഫസ്റ്റ് ഇഷ്യൂര് എക്സ്പ്ലനേഷൻ മലയാളം കിടപ്പുണ്ട്. ഇത് രണ്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക. ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ എന്തായാലും വേറെ കാര്യങ്ങളൊക്കെ മറ്റു വീഡിയോസിൽ പറയാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഇറ്റ്സ് മീ അൻഷാ നിസാർ.